ഞാൻ ഒരു കോമഡി പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ MBBS അതേപോലെ BTech പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാന്ന്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, MBBS എന്നുള്ളൊരു പ്രൊഫഷനായിട്ട് മാത്രം കാണാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിനിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. അല്ല ഇനിയിപ്പം MBBS കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇവിടെ IAS എഴുതിയിട്ട് കലക്ടർമാരാവണില്ലേ. ഇതിലിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒരു നീറ്റിൻ്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ നീറ്റ് എനിക്ക് തോന്നുന്നു 30,000-40,000 ആൾക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഇങ്ങനത്തെ മെൻറ്റാലിറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിനേക്കാളും റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. എയിംസിനെക്കാട്ടും റാങ്കുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി ഒക്കെ എയിംസിനെക്കാട്ടും റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി. ഡെഫിനറ്റ്ലി അബ്രോഡ് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ്. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇന്ത്യക്കാരാണ്. ഒരു സിനാരിയോയിൽ നമുക്ക് ഇന്ത്യയിൽ വരേണ്ടി വന്നാൽ ഈ റൂൾസ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ചൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എവിടെ പഠിച്ചാലും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ആ സ്റ്റുഡൻറ്റിൻ്റെ കാലിബർ എന്താണോ, അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടോ, അയാൾക്ക് സ്കില്ലുണ്ടോ, അയാൾ നല്ല ഡോക്ടറാവും. അല്ലാണ്ട് പുറത്തുനിന്ന് പഠിച്ചോലൊക്കെ ഒന്നുമില്ലാത്ത ഡോക്ടർമാർ, നാട്ടിൽ നിന്ന് പഠിച്ചോലൊക്കെ നല്ല ഡോക്ടർമാരാണെങ്കിൽ ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ വരുന്നൊന്നും വരില്ലല്ലോ. MBBS അല്ലാത്ത നോർമലി ഒരു കോഴ്സ് പഠിക്കാൻ തന്നെ പുറത്ത് ലക്ഷങ്ങൾ കൊടുത്താണ് ഇപ്പോൾ സ്റ്റുഡൻസ് പോകുന്നത്. അപ്പോൾ വൈ നോട്ട് MBBS? അതുപോലെ ക്വാളിറ്റിയുള്ള ഒരു കോഴ്സ് നമുക്ക് പുറത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടത് ചൂസ് ചെയ്തുകൂടാ? ഹായ് ഡോക്ടർ. ഹായ്. അപ്പോൾ ഈ 2026 നിരവധി നീറ്റ് ആസ്പിറൻസ് എക്സാം എഴുതാൻ റെഡി ആയി നിൽക്കുകയാണ്. അതെ, ഒരു 12 വർഷത്തെ ഒരു ഹാർഡ് വർക്ക് അതിൻ്റെ ഒരു ഫൈനലിലേക്ക് പോവാണ്. യെസ്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം ഒരു 5th 6th കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ നോർത്തിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പം മുതലേ ഇതിനായിട്ടുള്ളൊരു ഗുജറാത്തിലെ കോട്ട എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. നമ്മള് പഠിക്കുന്ന സമയത്ത് കേട്ടല്ലേ, കോട്ട ഭയങ്കര കേരളത്തിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ്നെസ് കുറവാണെന്നാണ് പറയാറ്. A+ കൂടുതലാണെങ്കിലും ഇതില് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കുറച്ച് ബാക്കോട്ടാണ്. നമ്മുടെ റിസൾട്ടിൽ അങ്ങനെ തന്നെയല്ല, ഫസ്റ്റ് റാങ്ക് മുതൽ അങ്ങോട്ടെല്ലാം കിട്ടുക അവിടെ ഉള്ള ആൾക്കാർക്കാണ്. ഇവിടെ കുറേ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ ടോപ്പ് 10 ടോപ്പ് 20 ഒക്കെ അവിടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ വളരെ ബാക്കിലാണ്. ഞാനൊക്കെ +2 കഴിഞ്ഞപ്പോൾ കരിയർ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഡോക്ടർ ആവാൻ പോകുന്നത്, എഞ്ചിനീയർ ആവാൻ പോകുന്നത് അല്ലാതെ വേറെ ഓപ്ഷൻസ് അറിയില്ലായിരുന്നു ഒരു കാലത്ത് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാറുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പുതിയ കോഴ്സ് ഉണ്ട് എന്നൊക്കെ. എന്നാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന എക്സാംസിൽ ഒന്നാണ് നീറ്റ് എക്സാം. നമ്മളെ ഇപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 23 ലക്ഷം ആൾക്കാർ എഴുതി. ഈ വർഷം ഓൾമോസ്റ്റ് 25 lakhs എന്തായാലും, അതായത് കൂടുകയാണ്. എവറി ഇയർ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 2 lakhs എക്സ്ട്രാ വരികയാണ്. അപ്പോൾ അതിൽ തന്നെ അതിനൊരു ഫണ്ണി എലമെൻറ്റ്, ഫണ്ണി എന്നല്ല, ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 25 ലക്ഷം ആൾക്കാർ എഴുതുകയാണെങ്കിലും ഇവിടുത്തെ സീറ്റുകളുടെ കൗണ്ട് കൂടുന്നില്ല. ലൈക്ക് അഡ്മിഷൻ 1 lakh സ്റ്റുഡൻസിനൊക്കെ കിട്ടുള്ളൂ മാക്സിമം. സീറ്റ് വർദ്ധിപ്പിച്ചാലും ഇതിലൊരു 50% കുട്ടികൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താലും ഈ കോട്ടയും റിസർവേഷൻസും ബാക്കി കട്ട് ഓഫ്സും ഒക്കെ കഴിഞ്ഞിട്ട് 25 lakhs എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പേർക്ക് കിട്ടും? ഒരു 1,15,000 സീറ്റ്സ് ആണ് ആകെ ഉള്ളൂ. അതിൽ ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് ഒരു 50,000, അതായത് ഫീസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് ഫീസ് അടച്ചിട്ട് പഠിക്കേണ്ട അത്ര സീറ്റ് എന്ന് പറഞ്ഞാൽ 50,000 കുട്ടിയൊക്കെ കിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഈവൻ മെറിറ്റിൽ കിട്ടിയാൽ പോലും മിനിമം ഒരു 55 to 60 lakhs കൊടുക്കണം. 55 to 60 lakhs? യെസ്, ഈവൻ മെറിറ്റിൽ കിട്ടിയാൽ പോലും. ഇനി അത് NRI ആണെന്നുണ്ടെങ്കിൽ 1 to 1.2 CRൻ്റെ അടുത്ത് ഏകദേശം വരും MBBS പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോർമലി ഈ കണക്ക് കേൾക്കുമ്പോൾ വരുന്ന നോർമൽ ഡൗട്ടാണ്, ഇത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്ത് ഈ നീറ്റിന് പഠിക്കാൻ തന്നെ എത്രത്തോളം എഫേർട്ട് കുട്ടിലിടുന്നുണ്ടെന്ന് ഒരുപാട് ഫ്രണ്ട്സിന് ഇത് കാണാറുണ്ട്. ശരിക്കും സ്ട്രെസ്സായി ഇങ്ങനെ ബ്രെയിൻ പുറത്ത് വരുന്ന പഠിത്തമാണെന്ന് അവർ പറയും. അതിന്റെ ഇരട്ടിയാണ് MBBS പഠിക്കുന്നത്. എന്നെ ചേച്ചിക്ക് ചെയ്ത സമയത്ത് പറയുമായിരുന്നു, എങ്ങനെയാണ് അതൊരു ട്രോമ ആണ് ആ പീരീഡ് എന്ന് പറയും, അതിന് എക്സാമിന് പഠിച്ച ആ കാലം. അങ്ങനെ പഠിച്ച് HS ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡു ദേ ഗെറ്റ് വാട്ട് ദേ ഡിസേർവ്? ഇത്രയും ഹാർഡ് വർക്കിന് അവർ റിവാർഡഡ് ആവുന്നുണ്ടോ എന്നുള്ളതൊരു ഫെയർ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണലുണ്ട്. അതായത് MBBS കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഞാൻ വേറെ ജോലിയാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് കാണാറുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമ്മളിപ്പം MBBS പഠിച്ചൊരു ക്ലിനിക്കൽ ജോബ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ ഒരു 80,000 to 90,000 റേഞ്ചിലാണ് ഒരു MBBS ഡോക്ടർക്ക് മാക്സിമം ഒരു സാലറി എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ നിൽക്കുകയാണെങ്കിൽ കിട്ടുള്ളൂ. അതൊരു ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. നേരെ മറിച്ച് നമ്മൾ ഇപ്പം ഒരുപാട് എഞ്ചിനീയർമാരോട് ഇറങ്ങുന്നുണ്ട്.
പക്ഷെ എല്ലാവരും ബിടെക് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നത് എഞ്ചിനീയറിങ് ആ ജോബല്ല. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, MBBS എന്നുള്ളൊരു പ്രൊഫഷനായിട്ട് മാത്രം കാണുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിനിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. അല്ല ഇനിയിപ്പം MBBS കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇവിടെ IAS എഴുതിയിട്ട് കലക്ടർമാരാവണില്ലേ, എത്ര ആൾക്കാർ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, എത്ര ആൾക്കാർ വേറെ പല ഇപ്പം ഫാർമസി എന്താ പറയുക മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇതിൽ ബിയോണ്ട് ആയിട്ടുള്ള നമ്മളൊരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. എല്ലാവരും പോകുന്ന റൂട്ടിൽ തന്നെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മളിപ്പോൾ ഡോക്ടർ ആണെങ്കിലും നമുക്ക് നമ്മളെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അത് ടാപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ പല ആൾക്കാരും പേടിച്ചിരിക്കണം എന്താ വെച്ചാൽ ഫാമിലി എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, നീ ഡോക്ടറായിട്ട് എന്തിനാ പിന്നെ ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെ ബിസിനസ് ചെയ്യണത്, ഇതിൻ്റെ അടുത്തൊക്കെ എത്ര ആൾക്കാർ ചോദിക്കണതാണ്, എനിക്ക് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ആക്കരുതെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ അയാൾ പ്രൊഫഷണലി നോക്കുമ്പോൾ അയാൾ ഏത് പ്രഷറും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഒരു 5 ഇയർ എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രഷർ കുക്കറിലാണ് അയാൾ നിൽക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തിലും അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അയാൾക്ക് വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ കോമൺലി ഒരു കോമഡി പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ MBBSഉം അതേപോലെ BTechഉം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാന്ന്. ഇതൊരു ഫ്ലോയില് എല്ലാവരും എടുക്കുന്ന 2 സ്ട്രീംസ് ആയതുകൊണ്ട് ആൾക്കാർ എടുക്കും. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ 5-6 വർഷത്തിന്റെ പുറകെ പോയി കഴിയുമ്പോഴാണ് പലരും ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നു, വേറെ ഒരുപാട് അടിപൊളി പ്രൊഫഷൻസിലേക്ക് ഇവർ മാറുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും ആ പ്രൊഫഷനെ ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി നോബിൾ പ്രൊഫഷൻ. നമുക്ക് എത്ര നോക്കിയാലും ഡോക്ടേഴ്സിന് ഒരിക്കലും എന്താ പറയുക ഒരു സാച്ചുറേറ്റഡ് ആവാത്തൊരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്കിനും അനുസരിച്ച് ഹോസ്പിറ്റൽസ് കൃത്യമായിട്ട് ബിൽഡ് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടേഴ്സിന്റെ ആവശ്യം ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും ഈ മൊത്തം സാധന സ്ട്രക്ചറിന്റെയും ഭാഗമായിട്ട് ആണ് വേറെ പല പ്രൊഫഷൻസിലേക്കും ഇതിന് ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന കുട്ടികൾ മാറി പോകുന്നത്. ശരിക്കൊരു പരാജയമല്ലേ? പരാജയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ എൻ്റെ പ്രൊഫഷനിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷെ അതായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഡോക്ടറായപ്പോൾ ഞാൻ പുറത്ത് പഠിച്ച ഒരാളാണ്. എനിക്കുണ്ടായൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞാൽ, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്ര സ്റ്റേറ്റിൽ എനിക്ക് കണക്ടിവിറ്റി ഉണ്ട്. ലോകത്തൊരു 5-6 രാജ്യങ്ങളിൽ എനിക്ക് ഈസി ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ടിവിറ്റി അതായത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്സ് ആണ്. ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒരാൾ മുന്നിൽ പോയി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇന്ന ആളുകൾ ട്രസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ എന്തൊരു കാര്യം പറയുമ്പോൾ അതിലൊരു പ്രൊഫഷണലി എനിക്കത് ചെയ്യാൻ പറ്റും. അത് ഞാൻ MBBS പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ കുറേ ബെനിഫിറ്റുകളുണ്ട്. അത് ഞാൻ വേറൊരു കോഴ്സ് ഒരുപാട് സ്കില്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്കില്ല് ഏത് കോഴ്സ് എടുത്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം നമ്മൾക്ക് ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കില്ലാണ് ഒരു ഇമോഷണലി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളടുത്ത് എങ്ങനെ സംസാരിച്ച് അയാളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാം എന്നുള്ളൊരു സാധനം. അത് ആ ഒരു സ്നേഹവും കരുതലും കൊടുത്ത് ഇതേ സാധനം നമ്മുടെ ലൈഫിൽ പല ഏരിയകളിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ കല്യാണ മാർക്കറ്റിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രൊഫഷനാണ് ഗവൺമെന്റ് ജോബ് പോലെ തന്നെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മളെ കുറച്ചുകൂടി തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്കൊക്കെ മിനിമം ഒരു കാറൊക്കെ നിർബന്ധം എന്തായാലും കിട്ടുന്നൊക്കെ എന്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് അതിന് വേണ്ടിയിട്ടും ആ പ്രൊഫഷൻ എടുക്കുന്നവരുണ്ട്, ഉണ്ടാവും. അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു 25 lakh സ്റ്റുഡൻസ് ഈ എക്സാം എഴുതുന്നുണ്ട്. അതെ, കിട്ടാത്തവർ ഒരിക്കലും അത് അവിടെ നിർത്തി പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇതിന്റെ കൗണ്ട് കൂടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് കിട്ടാത്ത ഒരാള് നാളെ റിപ്പീറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി അയാൾ പിന്നെ നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. അപ്പം നമ്മൾക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഇപ്പം സെപ്റ്റംബറിലേക്ക് എൻക്വയറി വന്ന സ്റ്റുഡൻ്റാണ് അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ റിപ്പീറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി. ഫെബ്രുവരി ബാച്ചിലേക്ക് എൻക്വയറി വന്നു, രജിസ്റ്റർ ചെയ്തു. വീണ്ടും കുട്ടിയെ പറഞ്ഞു ഞാൻ സെപ്റ്റംബറിലേക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് രണ്ടാമത് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയി. അപ്പോൾ കുട്ടി 22 വയസ്സാണ് കുട്ടിക്ക് ആയിട്ടുണ്ട്, 22-23 വയസ്സ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ആ പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി ഇവളെ ഏത് കോഴ്സിനെങ്കിലും ചേർത്തണം, MBBS എന്നുള്ളതല്ല, ഏതെങ്കിലും കോഴ്സിന് നിങ്ങൾ ചേർത്തണം. മാത്രമല്ല കുട്ടിക്ക് മെൻ്റലി അൺസ്റ്റേബിൾ ആണ്. ടു ബി ഫ്രാങ്ക് നമ്മൾ ഓഫീസിൽ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. കാരണം ആ കുട്ടി സോഷ്യൽ സ്റ്റിഗ്മ പേടിച്ചിട്ടാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം അതാണ്, ഞാൻ ഇനിയിപ്പം അബ്രോഡൊക്കെ പോവാണ് ആളുകൾ ചോദിക്കില്ല, നീ ഇത്ര വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇനി എന്തിനാ പോണത്, നിനക്ക് ഇനിയും കിട്ടിയില്ലേ. ഈ സ്റ്റിഗ്മ പേടിച്ചിട്ട് ഈ കുട്ടി ഈ വർഷം അഡ്മിഷൻ എടുക്കാണ്ട് ഇനിയും ഈ സെപ്റ്റംബർക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാണ്. ഈവൻ ആ പാരൻസിന് അവൾ എങ്ങനെയെങ്കിലും
ഒന്ന് കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല ഒന്ന് MBBS അബ്രോഡെങ്കിലും കൊണ്ടുപോകുന്ന രീതിക്ക് അവർ നമ്മൾ അപ്രോച്ച് ചെയ്തു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു കോർ കാരണം എന്ന് പറയുന്നത് ഈ എഴുതുന്ന സ്റ്റുഡൻസ് ആരും ടാലന്റഡ് അല്ലാത്തവരല്ല, കഴിവുള്ള കുട്ടികളാണ്, ഭയങ്കര ആത്മാർത്ഥമുള്ള കുട്ടികളാണ്, പാഷനേറ്റ് ആയിട്ട് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ അവസരം മിസ്സായിട്ടും അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങളാണ് പോകുന്നത്. കാരണം ഒരു കോഴ്സിന് കയറിയാലും എന്ത് ചെയ്യും, ഒരുപാട് വർഷങ്ങൾ അതിന്റെ പുറകെ പോകും. സോ ടൈം ഇസ് സംതിങ് വി കാൻ നെവർ ഗെറ്റ് ബാക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇവരിപ്പോഴും ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ നീറ്റിന്റെ പുറകെ പോകുന്നത്? വേറെ ഓപ്ഷൻസ് ഇല്ലേ? അല്ല, അതെന്താ അറിയോ, നമ്മുടെ നാട്ടിലിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ഒരുപാട് ഏരിയകളുണ്ട്. കാരണം ഇതിന്റെ ബാക്കിലൊക്കെ ബിസിനസ് ഉണ്ട്, എല്ലാ ഏരിയയിലും ബിസിനസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഇതിലിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒരു നീറ്റിന്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ നീറ്റ്, എനിക്ക് തോന്നുന്നു 30,000-40,000 ഒക്കെ ആൾക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഇങ്ങനത്തെ മെൻറ്റാലിറ്റിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ട്രെൻഡ് കുറഞ്ഞ കൊമേഴ്സിൻ്റെ ഏരിയയൊക്കെ കുറച്ചുകൂടി കുട്ടികൾ ഒരു ചെറിയൊരു ചേഞ്ച് ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോഴും മനസ്സിലാവുന്ന കുട്ടികൾ ഇപ്പോഴും ഇതിൻ്റെ ബാക്കിലാണ്. കാരണം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ല, യൂണിവേഴ്സിറ്റികൾ. സത്യം. എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ടാലന്റഡ് ആണ്, ഇതേപോലെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി റഷ്യയിൽ പോയിട്ടാണ് MBBS ചെയ്യുന്നത്. ഷീസ് സ്റ്റിൽ എ ഡോക്ടർ. റഷ്യയിലും ആൾക്കാർ ക്യൂർഡ് ആവുന്നുണ്ട്, റഷ്യയിലും രോഗങ്ങൾ വരുന്നുണ്ട്, അവിടെയും ക്യൂർഡ് ആവുന്നുണ്ട്, അവിടെയും നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് പലരും പ്രമുഖരായിട്ടുള്ള നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും ട്രീറ്റ്മെന്റിന് പോകുന്നത് പുറത്താണ്. ഇതെന്താ അവർ റിയലൈസ് ചെയ്യാത്തത്? അല്ല, ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞത്, അത് അവർ പോണത് UK, USA, യൂറോപ്പിലൊക്കെ അല്ലേ പോണത്, ഇതുപോലത്തെ ചെറിയ രാജ്യങ്ങൾക്കാണോ എന്നുള്ള ഒരു കമന്റ് കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിനേക്കാളും റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. എയിംസിനെക്കാട്ടും റാങ്കുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി ഒക്കെ എയിംസിനെക്കാട്ടും റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഒരു യൂറോപ്യൻ ഷെങ്കൻ കൺട്രി, നമ്മുടെ ബൾഗേരിയയും റൊമേനിയയും നമ്മൾ ചെയ്ത് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ NRI കോട്ടയിൽ പഠിക്കാൻ പോണ പിള്ളേരുണ്ട്. 1 കോടി 1.25 കോടി റുപ്യ കൊടുത്തിട്ട് പഠിച്ചിട്ട് ഇവിടെ 80,000 റുപ്യ സാലറി ഇട്ടുള്ളൂ. ഇനി പുറത്ത് പോകണമെങ്കിൽ ഇവിടെ 3 വർഷം എക്സ്പീരിയൻസ് വേണം. ഇവർ ഇതിൻ്റെ കുറച്ച് ഇതിനേക്കാൾ ഒരു 80 lakhs സ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് യൂറോപ്പിൽ പോകാം. യൂറോപ്പിൽ പോയി 27 ഷെങ്കൻ രാജ്യങ്ങളിൽ ലൈസൻസ് ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. UK അവർക്ക് പ്ലാബ് എക്സാം ഇല്ലാണ്ട് ഡയറക്റ്റ് IELTS മാത്രം എഴുതി പോകാൻ പറ്റും. GCC കൺട്രീസിൽ അവരുടെ ലൈസൻസ് എക്സാം മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇതാരും ടാപ്പ് ചെയ്യൂല. ആൾക്കാർക്ക് അറിയാത്ത വളരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ഇന്ത്യയിലെ പ്രശ്നം, റെസ്പെക്റ്റ് ഇല്ല ഡോക്ടേഴ്സിന്. ഇപ്പോൾ നമ്മൾ ഈവൻ സ്റ്റുഡൻ്റായി നിൽക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കാര്യമാണ്, തീരെ റെസ്പെക്റ്റ് കിട്ടില്ല. അതിപ്പോൾ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യണം മുതൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പം അത് ഈവൻ ഫ്രം ദ സൈഡ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രം ദ സൈഡ് ഓഫ് പേഷ്യൻസ്, ബോത്ത് സൈഡിൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ MBBS പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ മുതൽ നമ്മളെ പ്രൊഫസേഴ്സ് നമ്മളെ ഡോക്ടറിനെ വിളിക്കുക. അത് ഞാൻ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ ത്രൂ പോണ കുട്ടികളെ തന്നെ നമ്മൾ ചിലപ്പോൾ അവർ ജോയിൻ ചെയ്ത ഉടനെ നമ്മൾ പ്രോഗ്രാമിൽ അവരെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് അവരെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് വീഡിയോസ് കാണുമ്പോൾ മെസ്സേജ് അയക്കും, അവിടെ അവർ പോകണല്ലോ അവരിങ്ങനെ ഇപ്പം തന്നെ ഡോക്ടർ ആവണേ. ആ ഡോക്ടർ എന്നുള്ള വിളി അവർക്കുള്ള ഒരു അപ്രീസിയേഷൻ ആണ് ശരിക്കും. നമ്മൾ ഏതൊരു കാര്യത്തിന് പറയുള്ളൂ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളെ ലൈഫിൽ പല സംഗതികൾ നടക്കും എന്നുള്ളത്. ഈ ഒരു സാധനം പോലും നമുക്കൊരു ഈ രീതിക്കുള്ളൊരു അപ്രീസിയേഷൻ പോലും ഇവിടെ ഒരാൾക്ക് കൊടുക്കാൻ ഒരാളും തയ്യാറാവണില്ല. എന്നിട്ട് അവരിവിടെ ഇരുന്നിട്ട് വലിയ കാര്യത്തിൽ ഇവിടെ അങ്ങനെ കഷ്ടപ്പാടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് അപ്രീസിയേഷൻ കൊടുക്കാനെങ്കിലും പറ്റണം. വേറൊരു വശം കൂടെ ഉണ്ട്. ഞാൻ ആ ഇൻഫ്ലുവൻസറുടെ പേര് പറയുന്നില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഡോക്ടറാണ്, ബട്ട് കറന്റ്ലി ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീമിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടി ഒരു ദിവസം ഒരു പോസ്റ്റ് ഇടുണ്ടായി, ഞാൻ ഡോക്ടർ ആയിട്ട് കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഈ ഫീൽഡിൽ എനിക്കില്ലാത്ത റെസ്പെക്ട്, പേ, ഞാൻ കൊടുത്ത ഇയേഴ്സിനും എൻ്റെ രാത്രികൾക്കും ഞാൻ എടുത്ത എല്ലാ സ്ട്രെസ്സിനും എനിക്ക് കൃത്യമായ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത്. പക്ഷെ ആ കുട്ടി ഏകദേശം ഐ തിങ്ക് ഒരു 50K അബവ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആ കുട്ടിയുടെ പോസ്റ്റിന് താഴെ പൊങ്കാല ഇട്ടു, അതൊക്കെ അവരുടെ ഡ്രീം സാലറി ആണെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ദാറ്റ് ഗോസ് ഇൻ ടു ബിക്കമിങ് എ ഡോക്ടർ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 50K is nothing.
അവർ ചോദിക്കുന്നത് ആ പൈസ കിട്ടാൻ ഞങ്ങള് ഓരോരുത്തരും എത്ര മാസം കഷ്ടപ്പെടുന്നത് നിനക്കറിയില്ല. അപ്പൊ നീ അതിനെതിരെ പറയുമ്പോ എത്രയോ പേര് ഇതിന് ആസ്പിറൻസ് ആയിട്ടുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യല്ലേ എന്നാണ് എന്താണെന്നറിയോ, ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഈ സാലറി എന്നുള്ളത് 50,000 എന്നുള്ളതൊരു വലിയ സാലറി ആയിട്ടാണ് നമ്മളെ നാട്ടിലെ പല ആൾക്കാരും കാണുന്നത്. ആക്ച്വലി അതൊരു വളരെ ചെറിയ സാലറിയാണ്. അത് ബേസിക് ആയി ആരും അത് അറിഞ്ഞിട്ടില്ല അല്ല, ഇപ്പോഴും. ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് ഇങ്ങനെ പറയും 50,000 ഒക്കെ വലിയ പൈസ അല്ല. ഡെഫിനറ്റ്ലി 50,000 വലിയ പൈസയാണ്. പക്ഷേ ഈവൻ ഇപ്പോൾ നമ്മളെ കമ്പനി തന്നെ 50,000 പ്ലസ് സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവ ഡോക്ടേഴ്സ് എല്ലായിട്ട് പോലും. അപ്പോൾ ഒരു 5 വർഷം 6 വർഷം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഐ എം നോട്ട് എ ഡോക്ടർ, എന്റെ തന്നെ ഏകദേശം റൗണ്ട് ചെയ്ത് അതിനടുത്ത് എത്തും. അതെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു എന്നിട്ട് ഇത്ര 6 വർഷം പഠിച്ച ഒരാൾക്ക് 6 വർഷം കഷ്ടപ്പെട്ട ഒരാൾക്ക് 50,000 കിട്ടുമ്പോൾ അതിൻ്റെ പെയിനാണ് അവർ ഷെയർ ചെയ്യണത്. അത് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അവർക്ക് ചിലപ്പോൾ ഈ എക്സ്പോഷർ അവർ ഇവിടുത്തെ ഈ ഒരു സൊസൈറ്റിയിൽ മാത്രമേ അവർ ഡോക്ടറായിട്ട് നിന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർക്കത് ഫീൽ ആവാത്തത്. ഇപ്പം ഞാൻ ഡോക്ടറാണ്, എനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിലെ റെസ്പെക്ട് എനിക്ക് പല ഏരിയകളിലും. ഇപ്പം ഞാൻ സൗദി അറേബ്യയിൽ പോയ സമയത്ത് ഞാൻ അവിടുന്ന് ഒരു അറബിനെ പരിചയപ്പെടുന്നു. അങ്ങനെ മൂപ്പരടുത്ത് ഇങ്ങനെ മൂപ്പര മകളൊരു വിഷയം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് യാദർശികമായിട്ട് ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ട മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ല ട്രീറ്റ്മെൻറ്റ്, ഇന്ന കാര്യമാണ്, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു വലിയ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ നോക്കട്ടെ വെച്ചു. അയാളെ കണ്ടപ്പോൾ, ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അതേ കാര്യമാണ് ഇയാളടുത്ത് ആ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു കൊടുക്കണേ. അതോടുകൂടി ഇയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ ഫാമിലിനെ മൂപ്പരെ വീട്ടിൽ വിളിച്ചു. ഞാൻ ലാസ്റ്റ് ഈദിന് മൂപ്പരെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അതായത് പെരുന്നാളിന് ഞങ്ങൾ മൂപ്പരെ വീട്ടിൽ എൻ്റെ ഫാമിലി മുഴുവൻ ഉണ്ടായിരുന്നു മക്കത്ത്. അപ്പം ഇത് എങ്ങനെ കിട്ടുന്നത്, ഇവർക്ക് നമ്മൾ ഡോക്ടറാണ് എന്ന് അറിയുമ്പോഴാണ് അവർ ആദ്യം ഞാനായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു കണക്ട് ചെയ്തിട്ട് ഇപ്പോഴും അയാൾ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ വരുമ്പോൾ ഇപ്പോഴും കാണും, എന്നെ കാറിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അത്രയും ആ ഒരു ബന്ധം. ഇത് ഞാൻ ഇവൻ സൗദി അറേബ്യയിൽ മാത്രമല്ല, ഞാൻ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ എൻ്റെ പ്രൊഫഷൻ ഞാൻ ഡോക്ടറാന്ന് പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലതില്ല. ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ പ്രത്യേകിച്ച് അത്രത്തോളം ഒരു പരിഗണന ഒന്നും കിട്ടൂല. അതാണ്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടിയ നാട്ടിലെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. പക്ഷെ അത് വെറും ശുദ്ധ മണ്ടത്തരാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് പലരും പറയും പുറത്തുള്ള ആൾക്കാരെ പറ്റി ജീവിക്കാൻ. അതെ, ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെ പറയാം അറബീനെ പറ്റിച്ചോ പൈസ ഉണ്ടാക്കി, അത്രേ പറയണ്ടാവുള്ളൂ. ബട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നമ്മളെവിടെ പോലെ തന്നെ സെയിം പ്രോബ്ലംസും സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ ഈവൻ ബെറ്റർ ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളാണ് പുറത്തുള്ളത്. പിന്നെ ഇന്ത്യൻസിന്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് എന്തിന്റെങ്കിലും പുറകെ അഭിരമിക്കുക എന്ന് പറയില്ലേ, ദേ ആർ ക്രേസി. എന്തെങ്കിലും ഒരു സാധനം നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടോപ്പ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സാധനമല്ല. ബാക്കിയൊക്കെ ഫേക്ക്, ബാക്കിയൊക്കെ ലോ ക്വാളിറ്റി. എന്താ വെച്ചാൽ ഈ പൊട്ടക്കിണറ്റിലെ തവളാന്ന് പറയില്ലേ, പുറത്തൊരു ലോകം. കുഴൽക്കിണറ്റിലെ തവളാന്ന് പറയില്ലേ. കാരണം കിണറിന്റെ ഉള്ളിൽ ഒരു കോയിലുള്ള കിണർ കണ്ടിട്ടില്ലേ, അത് അതിലും ചെറുതേക്കാരോ. നമ്മളെ ആൾക്കാർ ശരിക്കും അതിൻ്റെ ഉള്ളിലാണ് അവരുടെ മൈൻഡ് സെറ്റ് പല കാര്യങ്ങളിലും. അവർക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതാണ് ഏറ്റവും വലുത്. ഇവരൊന്ന് പുറത്തേക്ക് ഇറങ്ങണം, പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യണം, അപ്പോൾ ഇവർക്ക് മനസ്സിലാവും എന്താണ് ലോകം. അപ്പോൾ പലപ്പോഴും നമ്മളെ ഈ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യണ ഒരു ഇതുണ്ട്. രണ്ടാമത്തത് ഇവിടെ പഠിക്കുന്ന ആൾക്കാരും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവിടെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നാട്ടിൽ പഠിച്ച ആൾക്കാരുണ്ട്, പുറത്ത് പഠിച്ച ആൾക്കാരുണ്ട്. കാരണം എൻ്റെ കൂടെ തന്നെയുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സ് നാട്ടിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നാട്ടിൽ തന്നെ ഇപ്പോഴും സ്റ്റിൽ MBBS ആയിട്ട് തന്നെ നിൽക്കുകയാണ്. 2-3 ആൾക്കാർ PGക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ വിദേശത്ത് പഠിച്ച എല്ലാവരും ഒരുവിധ ആൾക്കാർ USA എത്തിയിട്ടുണ്ട്. ഒരു 7 ആൾക്കാരങ്ങനെ USA വർക്ക് ചെയ്യുന്നുണ്ട്. USML ക്ലിയർ ചെയ്തിട്ട് ഒരാൾ ഓസ്ട്രേലിയൻ്റെ എക്സാം ക്ലിയർ ചെയ്തു. അയാളിപ്പോൾ UAE വർക്ക് ചെയ്യണം. ഓസ്ട്രേലിയൻ്റെ സെക്കൻഡ് എക്സാം എഴുതണമെങ്കിൽ 10-12 ലക്ഷം റുപ്യ വേണം. അപ്പോൾ അയാളിപ്പോൾ എന്ത് ചെയ്യാണ്, UAE വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ MRCP ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സും അവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ പഠിച്ച ആളുകളെക്കാളും കുറച്ചും കൂടിയും അവർ മൈൻഡ് സെറ്റ് വലുതായി ഒരു വേറെ ലെവലിൽ എത്തി ഓൾറെഡി. എക്സാക്ട്ലി. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം കൃത്യമായിട്ട് ആൾക്കാർ ആ ഒരു മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതിന് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട്. ഇനി വെൻ കംസ് ടു ടെക്നിക്കൽ തിങ്സ് എനിക്ക് അറിയേണ്ടത് ഈ NMC ഗൈഡ് ലൈൻസ് അനുസരിച്ച് എന്തൊക്കെയാണ് കറന്റ്ലി ഉള്ള റെഗുലേഷൻസ്? നമ്മൾ ഇപ്പം ഡെഫിനറ്റ്ലി അബ്രോഡ് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ്. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇന്ത്യക്കാരാണ്. ഒരു സിനാരിയോയിൽ നമുക്ക് ഇന്ത്യയിൽ വരേണ്ടി വന്നാൽ ഈ റൂൾസ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ചൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതിൽ മെയിൻലി പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ WHO ലിസ്റ്റഡ് ആയിരിക്കണം. WHO ലിസ്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് wdoms.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നത് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് 4.5 ഇയേഴ്സ് ഡ്യൂറേഷൻ ഉണ്ടാവണം, പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് പോകണം. മൂന്നാമത്തെ റൂള്. നാലാമത്തത് കരിക്കുലം ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. അഞ്ചാമത് പറയുന്നത്
നിങ്ങൾ പഠിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടണം, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടണം പ്രാക്ടീസ് ചെയ്യാനുള്ള. ഈ 5 റൂൾസാണ് പറയുന്നത്. ഈ 5 റൂൾസ് ഫോളോ ചെയ്യുന്ന ഏത് കൺട്രിയിലും ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് MBBS പഠിക്കാൻ പറ്റും. NMC ഇങ്ങനെ ഒരു റൂള് എന്തിനാണ് ഉണ്ടാക്കിയത്? മീൻസ് അവർക്കറിയാം ഇന്ത്യയിലെ സീറ്റ് പരിമിതമാണ്, കുട്ടികൾ ഡെഫിനറ്റ്ലി പുറത്ത് പോകും. പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകണം, അതിനാണല്ലോ റൂൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പുറത്ത് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിച്ച് നാട്ടിൽ വന്നിട്ട് FMG എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പുതിയ കാര്യമല്ല. 2002 ഈ റൂള് കൊണ്ടുവരുന്നത്. ഈ റൂളല്ല, 2002 ഇവിടെ FMG എക്സാം കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ആളുകൾ പോയിട്ടുണ്ട് വിത്തൗട്ട് FMG എക്സാം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 2002 ശേഷമാണ് എക്സാം എഴുതണം എന്നുള്ള റൂള് കൊണ്ടുവന്നത്. അപ്പൊ ഈ FMG എക്സാം എന്ന് പറയുന്നത് അത് എത്രത്തോളം ആൾക്കാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ടോ? FMG എക്സാമിന്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ 23% ആൾക്കാരാണ് ക്ലിയർ ആയിട്ടുള്ളത്. ഇതിൽ 2 സിനാരിയോസ് ആണ് നമുക്ക് പറയേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. 2, ഇപ്പം 23% എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയൊരു കൗണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പുറത്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി നീറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 25 ലക്ഷത്തിൽ 1 ലക്ഷം സീറ്റ് ഉള്ളതും അല്ലെങ്കിൽ 23% FMG ക്ലിയർ ചെയ്യണോ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഴുതുന്ന ആൾക്കാരുടെ എണ്ണം അതെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് മാത്രമല്ല 23 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതിയിട്ട് ക്വാളിഫൈ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ 1 ലക്ഷം ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ്? 23 ലക്ഷത്തിൻ്റെ എത്രയോ ചെറിയ പെർസെൻറ്റേജ് ഇവിടെ സീറ്റ് തന്നെ ഉള്ളൂ. മറ്റു കുട്ടികൾ അവരുടെ കരിയർ കംപ്ലീറ്റ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റിനാണ് വെയിറ്റ് ചെയ്യണത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാം, രണ്ടാമത്തെ ഒരു സ്ക്രീനിങ് ടെസ്റ്റുമാണ്. ഇനി ഈ സ്ക്രീനിങ് ടെസ്റ്റ് നിങ്ങൾക്ക് FMG കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരുപാട് ബെസ്റ്റ് കൺട്രീസ് ഉണ്ട്. ഈ ബെസ്റ്റ് കൺട്രീസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ ഇന്ത്യയിൽ വരേണ്ട ആവശ്യമില്ല. ഈവൻ FMG കിട്ടിയില്ല ഡസൻ മാറ്റർ. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് രാജ്യങ്ങളുടെ ലൈസൻസ് എഴുതിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. കാരണം നീറ്റ് സീറ്റ് ഇല്ലാത്തതുപോലെ തന്നെ വരുന്ന ഡോക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനും ഹോസ്പിറ്റൽസും ഇവിടെ സജ്ജമല്ല എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അല്ല, അതും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്, ആവശ്യമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ്, ഇനി ചില ഏരിയൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഇപ്പോഴും നമ്മളെ ഫ്രണ്ട്സ് വിളിക്കും, ഒന്ന് GP ഇരിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് വിളിക്കും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവണില്ല. ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ പിന്നെ ഗവൺമെൻറ് ഏരിയകളിലൊക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജോബ് റോൾസ് ഭയങ്കര കുറവാണ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പക്ഷെ പ്രൈവറ്റിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം, ഞാനിപ്പോൾ അറിയണോടത്തോളം. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഈവൻ ആയുർവേദ ഡോക്ടേഴ്സ്, ഹോമിയോ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് ഇത് പറയാൻ പാടുണ്ടോ അറിയില്ല, ഒരുപാട് സാധാരണ ഹോസ്പിറ്റലിൽ MBBS ഡോക്ടേഴ്സിൻ്റെ റോൾസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ സൈക്കോളജി MSW കഴിഞ്ഞവരെ സൈക്കോളജിസ്റ്റിന്റെ ആ ഒരു അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ അറിയുന്ന ഒരുപാട് സ്റ്റേറ്റിൽ ആയുർവേദ ഡോക്ടർമാരും BHMS കഴിഞ്ഞ ആൾക്കാർ, ഹോമിയോ കഴിഞ്ഞ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? MBBS അത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതാർക്കും ഒരു കുഴപ്പമില്ല. എന്റെ നൈബേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഡോക്ടർ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ആരുടെ അടുത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഓൻ പുറത്തെ ഡോക്ടറാട്ടോ. പുറത്തെ ഡോക്ടർ എന്ന് പറയുന്നത് എന്തോ ഒരു ഹൈത്തുള്ള പോലെയാണ്. അല്ല, ഇതെന്തെന്നറിയോ, ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ പഠിച്ച കൺട്രിയിൽ നിന്ന് കിട്ടിയ ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. ഒരു ബേസിക് ലെവൽ മുതൽ അങ്ങോട്ട് ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു എക്സ്പോഷർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പേഷ്യൻ്റ് വന്ന് നമ്മളെ അവിടെയുള്ള നേഴ്സിന് ഒരു IV ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പഠിച്ച ആൾക്കാർക്ക് 2, 3, 4 പ്രാവശ്യം ഇട്ടിട്ട് കിട്ടാത്തത് നമ്മൾ ഒറ്റയടി ഇടാൻ പറ്റും. ഇന്നെ കൊണ്ട് ഇപ്പോഴും പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സ്കില്ലുണ്ട്. ഇതൊക്കെ എല്ലാ ഏരിയയിലും ഉണ്ട്. ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ വരെ കുത്തിയ സൂചി മാറിപ്പോകുന്ന കേസുകളുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞല്ലോ, ഇതൊക്കെ എല്ലാം ഒരേപോലെ ഈക്വലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്, പുറത്ത് പോയാലും ഉണ്ട്, രണ്ടും ഒന്ന് മാത്രം നല്ലതാണ്. ഇവിടെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ കത്രിക മറന്നു വെച്ചതും അല്ലെങ്കിൽ സർജറി മാറി ചെയ്തതും ഒക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ. ഓരോ ഡോക്ടേഴ്സ് എന്താ ഇവിടെ ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സ് അല്ലേ, ഇവിടെ രജിസ്ട്രേഷനുള്ള ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇതെന്താണ് പ്രശ്നം? അതല്ല ഇതിൻ്റെ റിയാലിറ്റി. എവിടെ പഠിച്ചാലും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ആ സ്റ്റുഡൻറ്റിൻ്റെ കാലിബർ എന്താണോ, അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടോ, അയാൾക്ക് സ്കില്ലുണ്ടോ, അയാൾ നല്ല ഡോക്ടറാവും. അല്ലാണ്ട് പുറത്തുനിന്ന് പഠിച്ചോലൊക്കെ ഒന്നുമില്ലാത്ത ഡോക്ടർമാർ, നാട്ടിൽ നിന്ന് പഠിച്ചോലൊക്കെ നല്ല ഡോക്ടർമാരാണെങ്കിൽ ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ വരുന്നൊന്നും വരില്ലല്ലോ. അപ്പം അതാണ് അതിന് മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്, 2 സൈഡിലുണ്ട്. എപ്പോഴും ഒരു സൈഡിൽ മാത്രം വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കരുത്. അതാണ് അതിൻ്റെ പ്രശ്നം. ശരിയാണ്. പക്ഷേ ഈ കോമ്പറ്റീഷന്റെ ആ ഒരു
ഇന്റൻസിറ്റി അത് മനസ്സിലാക്കുന്ന ന്യൂസ് ഞാൻ ഈ അടുത്ത് കണ്ട ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെ വാരണസിയിലുള്ള ഒരു പയ്യൻ കാല് മുറിച്ചത്. എക്സാക്ട്ലി. അത് ഞാൻ പറഞ്ഞ ഇതൊന്നും അറിയോ, ഒരു ഭാഗത്ത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള വാക്കൻസി കൊടുക്കണം, അത് കൊടുക്കൂല. എന്നാൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അബ്രോഡ്, അതിനുണ്ട് അടിച്ചമർത്തും ചെയ്യും. പിന്നെ ഇവരെന്താ ചെയ്യാൻ പറ്റുക, അണ്ടർ പ്രഷറിലല്ലേ. പിന്നെ കയറാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, കാസ്റ്റ്, ഇതൊക്കെ വെച്ച് സുഖമായിട്ട് കയറാൻ പറ്റും. നമ്മളിപ്പോ MBBS അല്ലാത്ത നോർമലി ഒരു കോഴ്സ് പഠിക്കാൻ തന്നെ പുറത്ത് ലക്ഷങ്ങൾ കൊടുത്താണ് ഇപ്പൊ സ്റ്റുഡൻസ് പോകുന്നത്. അപ്പൊ വൈ നോട്ട് MBBS? അതുപോലെ ക്വാളിറ്റിയുള്ള ഒരു കോഴ്സ് നമുക്ക് പുറത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തുകൂടാ? അല്ല, അത് ഞാൻ പറയാനുള്ള കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിഗ്മ മാത്രമാണ് ഈ ഒരു സംഗതി. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്, ഇവിടെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പോണ കുട്ടികൾ അവിടെ എത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ ഇത് കുറച്ച് മുമ്പ് അറിയണമെങ്കിൽ ഞങ്ങൾ എന്നോ വരുമായിരുന്നു. കാരണം അത്രയും അവർക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പോഷർ. ഫസ്റ്റ് ഇയർ മുതൽ കടാവറ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അത് അവർ ആദ്യം പറയണം, നിങ്ങളിത് നമുക്ക് ആദ്യം അറിയണമെങ്കിൽ ഇതിന് വന്നാൽ മതിയായിരുന്നു. ഇപ്പോഴും ഇത് അറിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി പറയാനാണെങ്കിൽ ഇന്ത്യ അല്ലാതെ മറ്റുള്ള ഓപ്ഷൻസ് എന്ന് പറയാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ കറന്റ്ലി ചെയ്യുന്നതിൽ ഒരുവിധം എല്ലാ കൺട്രീസും യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നമ്മുടെ ഒരു സേക്ക് ഓഫ് ഇതിന് മാത്രം നോക്കാൻ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ പ്രൊമോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കൺട്രീസും യൂണിവേഴ്സിറ്റികളും ഒരുവിധം എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബൾഗേറിയ ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ ഷെങ്കൻ കൺട്രിയാണ്. ബൾഗേറിയയിൽ നമ്മളിപ്പോൾ വർണ്ണ, പ്ലവൻ പോലത്തെ 2 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, എൻട്രൻസ് ടെസ്റ്റ് പാസ്സായാലും അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ റൊമേനിയ ചെയ്യുന്നുണ്ട്. റൊമേനിയയിൽ നമുക്ക് ഇതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ അത്യാവശ്യം ഒരു ഫീസ് കുറവുള്ളൊരു കൺട്രിയാണ് റൊമേനിയ. പക്ഷെ അവിടെ പ്യുവർലി മാർക്ക് ബേസ്ഡ് ആണ് അഡ്മിഷൻ. 95% പ്ലസ് മാർക്ക് ഉണ്ടെങ്കിലാണ് അവിടെ അലോട്ട്മെന്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും അത്യാവശ്യം അതിന് ഈ ഒരു ഷെങ്കൻ കൺട്രീൻ്റെ ബെനിഫിറ്റുകളോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഷെങ്കൻ കൺട്രിയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഫ്രാൻസിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വിത്തൗട്ട് ലൈസൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ട് പോകാൻ എന്ത് വേണം, ജർമ്മൻ ലൈസൻസിങ് എക്സാമിനേഷൻ ക്ലിയർ ആക്കണം. ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനിയിലെ മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷനോട് ക്ലിയർ ചെയ്യണം. So the chances of becoming a doctor when you study abroad is far more higher than when you're here repeating for NEET. Definitely. കാരണം ആ സമയം ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ 1, 2, 3, 4 വർഷം നിങ്ങൾ നീറ്റ് റിപ്പീറ്റിന് സമയം കളയുന്നുണ്ടെങ്കിൽ ആ 1, 2, 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് FMG ക്ലിയർ ആക്കാൻ പറ്റും, വേറൊരു കൺട്രിയിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യുന്ന മണി is worth our time and years. അല്ലേ? കാരണം അത്രയും പൈസ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാക്കാം when you start practicing. I'm not saying it's for the money, but still അതൊരു ആഡഡ് ബോണസ് ആണല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് തീർക്കുന്ന ആ 3 വർഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഈജിപ്ത്. ഈജിപ്തിൽ ഇപ്പോൾ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ തന്നെ ചെയ്യുന്നത്. അതിലിപ്പോൾ കൈറോ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഐൻ ഷംസ് അലക്സാണ്ട്രിയ പോലത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 75% പ്ലസ് മാർക്ക് വേണം. അത് നമ്മളെ എയിംസിനെ കാട്ടി റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, ഡൽഹി. അതിനേക്കാൾ റാങ്കിങ് വേൾഡിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് കൈറോ. ഒരുപാട് നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. ഇവിടെ നിങ്ങൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ലൈസൻസ് കിട്ടും ഈജിപ്തിൽ. അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് നേരെ ഗൾഫ് കൺട്രീസ് പോകാം. ഏറ്റവും കൂടുതൽ ഗൾഫ് കൺട്രീസിലെ NRIസിൻ്റെ സ്റ്റുഡൻസ് ഇപ്പോൾ വരുന്നത് കൈറോയിലേക്കാണ്. ഇപ്പോൾ NRIയിലൊന്നും ആരും സീറ്റ് എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈജിപ്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആകെ മനസ്സിൽ പിക്ചർ ചെയ്യുന്നത് കുറേ മരുഭൂമിയും പിരമിഡും മാത്രമാണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളൊക്കെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട വെച്ചാൽ ഈജിപ്തിൽ, സത്യം പറഞ്ഞാൽ ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം കൺട്രിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ്റെ ഒരു കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു 40% നോൺ മുസ്ലിംസ് ആണ് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അവർ നോക്കുന്നത് ഇതൊന്നുമല്ല, അവർക്ക് ഗൾഫ് കൺട്രീസ് എന്നുള്ളതാണ് ഈ പാരൻസിൽ അധികവും. അപ്പോൾ ഗൾഫ് കൺട്രീസ്ക്കാണ് അവർക്ക് തിരിച്ചു പോകേണ്ടത്. അവരെ മക്കൾക്ക് നാട്ടിൽ വരാൻ താല്പര്യമില്ല. അവർ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ ചെറുപ്പം മുതൽ അവർ പഠിക്കണത്. അതായത് വലിയൊരു ഇൻഫ്രയിൽ അവർ LKG മുതൽ 12th വരെ പഠിച്ചിട്ട് അവരെങ്ങനെ ഇത്ര ട്രാഫിക് ബ്ലോക്കിൻ്റെ അടുക്ക് അവരെങ്ങനെ വരും? അവരെ മക്കൾക്ക് അത് കംഫർട്ട് ആവില്ല. നമ്മൾ കുറച്ച് പുറത്ത് പോകുമ്പോൾ ഇത് മനസ്സിലാവും. ഇതൊക്കെ പറയുമ്പോൾ പല നെഗറ്റീവ് കമൻസും വരും. പക്ഷെ നിങ്ങൾ ആ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന സമയം കൊണ്ട് 1-2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത് വന്നിട്ട് കമൻറ്റ് ഇട്, അത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മക്കള് ആ മക്കളുടെ കാര്യത്തിൽ പാരൻസിന് കൺസേൺ ഉണ്ടാവും. കാരണം അവരുണ്ടാക്കുന്ന പൈസയും കാര്യം അവരെ മക്കൾക്കുള്ളതാണ്. അത് അവർ നല്ല രീതിക്കല്ലേ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ബെസ്റ്റ് കൺട്രീസിലാണ് പോണത്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും
ഈജിപ്തിലാണെങ്കിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ജോർജിയയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് വരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പോകുന്ന ഒരു കൺട്രിയാണ്. അപ്പം ഇതിലൊക്കെ പോകുന്ന കുട്ടികളുടെ കൗണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ NRIസിൻ്റെ മക്കളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ട് NRI സീറ്റ് ചൂസ് ചെയ്ത് കൊടുത്തുന്നത് അതിന് കുറേ പേപ്പർ വർക്ക് അത് ഇത് കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടണമെങ്കിൽ പിന്നെ കുറേ ഏജന്റുമാരെ ഇത് കൈകാലം പിടിക്കണം. അത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ വില പറയണമായിരിക്കും 1 കോടി 1.25 കോടി 1.5 കോടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ഇതിലൊരു ROI ഇല്ലേ മിനിമം. നമ്മൾ അങ്ങനെയും കൂടെ ഇതിനിടയ്ക്ക് ഞാൻ പറയും, ചില പാരൻസ് NRIസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളൊരു ബിൽഡിംഗ് എടുത്തോ 1.5 കോടി റുപ്യക്ക്, എന്നിട്ട് മകൻ്റെ പേരിൽ എഴുതി കൊടുത്താൽ മതി, എന്നാൽ വാടക കിട്ടുമല്ലോ. 6 വർഷം കൂടെ ഒരു അപ്രീസിയേഷൻ വരില്ലേ മിനിമം. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ കഷ്ടപ്പെട്ട് നീറ്റ് പഠിച്ച് അവർ ഇയേഴ്സ് പോക്കുമ്പോൾ പുറത്തുള്ള കുട്ടികൾ കൃത്യമായ കോഴ്സ് എടുത്ത് പഠിച്ച് ജോലി വാങ്ങി പ്രാക്ടീസ് ചെയ്ത് മണി ഏൺ ചെയ്യുന്നുള്ള അപ്പുറത്തേക്ക് എക്സ്പോഷർ, എക്സ്പീരിയൻസ് ആൻഡ് സ്കില്ലൊക്കെ അവർ ഓരോ ഇയർ ബൈ ഇയർ വർദ്ധിപ്പിച്ച് വരുമ്പോൾ വി ആർ സ്റ്റിൽ സിറ്റിംഗ് ഹിയർ. അതെ, ഇതിലെല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ചില കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഞാൻ നല്ല മാർക്കുള്ള കുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് എഴുതുമ്പോൾ ഒരു 500 മാർക്ക് കിട്ടിയ കുട്ടി, ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതൊരു അഭിമാന പ്രശ്നമാണ്. അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാണെന്ന് പറയും. നിനക്ക് ഡു യു ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് എന്ന് ചോദിക്കുന്ന പോലെയാണ് നീറ്റ് എക്സാമിന് ഈ കുട്ടികൾ കാണുന്നത്. അപ്പൊ അത് എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ പരാജയപ്പെട്ട് ഒരു ബാക്ക് വഴി കേറുന്ന പോലെ, പൈസ കൊടുത്ത് കേറുന്ന പോലെ. സി ഇതേ കേസിൽ ഇപ്പുറത്തെ ആൾക്കാര് NRIയിൽ കയറുമ്പോൾ അത് പ്രശ്നമില്ല. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? That is far more dangerous. ഇതിന് താല്പര്യമില്ലാത്ത ഞാൻ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീറ്റിൽ 130 40 ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികൾ 2 3 4 വർഷങ്ങൾക്ക് മുമ്പ് ആ മാർക്ക് കിട്ടിയ കുട്ടികൾ ഇവിടെ NRI സീറ്റ് പഠിക്കുന്നുണ്ട്. അവരിവിടെ MBBS പഠിച്ചിട്ട് ഒരു സ്ക്രീൻ ഇൻഡസ്ട്രിയിലാണ് ഇവർ ഇറങ്ങി വരും. അവര് That is crazy. കാരണം എന്താണെന്നറിയോ, കൃത്യമായി പഠിക്കാത്ത മാർക്ക് വളരെ കുറവുള്ള പക്ഷേ ചെലവാക്കാൻ കാശുള്ള വീട്ടിലെ കുട്ടികൾ MBBS പഠിച്ചിറങ്ങുന്നതും ഉണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും ചെറിയ കട്ട് ഓഫിന്റെയും ചെറിയ ചെറിയ പോയിന്റ്സിന്റെ ഒക്കെ ഡിഫറൻസിന് സീറ്റ് പോയി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അവരുടെ സ്കിൽ ഇവിടെ തീർക്കുന്ന കുട്ടികളുടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇറ്റ്സ് ഹ്യൂജ്. അതാണ് ഇത് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കാണണ്ട. നമ്മളെപ്പോഴും അവയർനെസ്സേ കൊടുക്കലുള്ളൂ. കാരണം ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും. ഒരു ലോജിക്കലിയാണ് നമ്മളെല്ലാം തിങ്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ചു, ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുത്ത ഇതുവരെ പോയ കുട്ടികളുടെ മുഴുവൻ നീറ്റ് സ്കോറിന്റെ PDF ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ തയ്യാറാണ് ആർക്കും. അവരുടെ മാർക്ക് 450 500 550 540 ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ് ഒരു 75% കുട്ടികൾ നമ്മൾ ത്രൂ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇവർ 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഇവരെന്താ ചെയ്യേണ്ടത്? ഇനിയും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ സമയം കളയാണോ വേണ്ടത്, അതോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണോ വേണ്ടത്? അവർ ചെയ്താണ് റൈറ്റ്. അവർ നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് പോയി. അവരെ കൂടെയുള്ള പല ആൾക്കാരും പിന്നെ ഒരു വർഷം കൂടി ചെയ്തിട്ടാണ് വരിക. ചില കുട്ടികൾക്ക് ഇനി വേറെ രസമുണ്ട്. ഇവിടെ NRI കോട്ടയിൽ കയറിയ കുട്ടികളുടെ PDF ആരെങ്കിലും വലിയ അബ്രോഡിനെ എതിരായിട്ട് സംസാരിക്കണ ആർക്കെങ്കിലും പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? NRI കോട്ടയിൽ കയറിയ കുട്ടികളുടെ നീറ്റ് സ്കോർ. NRI കോട്ടയുടെ രസം എന്താ? മണി മാത്രമല്ല, ആർക്കൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ഞാൻ NRI ആണെങ്കിൽ എൻ്റെ മകൾക്കോ മകൻക്കോ കയറാം. മാത്രമല്ല എൻ്റെ വൈഫിന്റെ ഉമ്മ, എൻ്റെ ഉമ്മ, എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ NRI ആയാലും മതി. എൻ്റെ സിസ്റ്റർ NRI എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്ക് പോകാൻ പറ്റും NRI കോട്ടയില്. എൻ്റെ ബ്രദർ ആണെങ്കിൽ പറ്റും. എൻ്റെ വൈഫിന്റെ ഫാമിലിയിൽ അങ്ങനെ സിസ്റ്റേഴ്സ്, കസിൻസ്, ഇതൊക്കെ അതെ, അത് അവർക്കറിയാം. ബട്ട് അബ്രോഡിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് സേഫ്, ഇറ്റ്സ് റെക്കഗ്നൈസ്ഡ്, അതെ, ആൻഡ് വി ഹാവ് പ്രൂഫ്. അതെ അല്ലേ, നമുക്ക് കാണിക്കാൻ കൃത്യമായ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. മാത്രമല്ല ഇവർ FMG ക്ലിയർ ആയിട്ട് അവിടെ ഇറങ്ങണം. പിന്നെ നിങ്ങൾ ഇവരുടെ അടുത്ത് പോകാൻ എന്തിനാ പേടിക്കണേ? നിങ്ങൾ പോകുന്ന ആളെ NRI കോട്ടയിൽ കഴിഞ്ഞ ഡോക്ടറാണ് പോലെ തന്നെ, അല്ലെങ്കിൽ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവർ എക്സാം എഴുതുന്നത്. അതെ, ഞാൻ ചോദിക്കണ അതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ ഡോക്ടർ പുറത്തുനിന്ന് കഴിഞ്ഞ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ അവോയ്ഡ്, അങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അയാൾ പുറത്തുനിന്ന് പറയുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണേ, നിങ്ങൾ അപ്പുറത്ത് പോകുന്ന ഡോക്ടർ ഇപ്പോൾ NRI കോട്ടയിൽ കഴിഞ്ഞ് ഇറങ്ങിയ ആളാണെങ്കിലോ? far more dangerous. ഞാൻ NRI കോട്ടിൽ ഞാൻ എല്ലാരും കുറ്റം പറയില്ല. ചില ആൾക്കാരുണ്ട് 500 ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ജനറലൈസ് ചെയ്തല്ല സംസാരിക്കണത്. ഇതിലെല്ലാത്തിലും വേഴ്സ്റ്റ് സിനാരിയോസ് അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ചിലപ്പോൾ NRI കോട്ടിൽ 520 കിട്ടാത്ത ആൾക്കാർ ക്യാഷ് ഉണ്ടാവും. അവർ ചിലപ്പോൾ തിങ്ക് ചെയ്യും ഞാൻ പുറത്ത് പോകണം, ഇവിടെ വരണം. ചിലപ്പോൾ അവർ ഈ എക്സാമുകളും നൂലാമാലകളും അല്ലാത്ത കുട്ടികളുടെ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ, ROI ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്രോഡ്.
അതായത് ഞാൻ പറയുന്ന വേറൊരു കാര്യം കൂടിയാണ്, നിങ്ങൾ ലോൺ എടുത്തിട്ട് ഒരിക്കലും പഠിക്കരുത്, ഒന്നും പഠിക്കരുത് എന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ലോൺ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വിത്തൗട്ട് ലോൺ, അതാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒന്നാമത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ അബ്രോഡ് ചൂസ് ചെയ്യാൻ വരുമ്പോൾ തന്നെ പാരൻസ് പറയുമ്പോൾ ഞാൻ പറയും വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ പറയും ഇതിന് പിന്നെ ലോൺ എടുക്കുന്ന ചെറിയ യൂണിവേഴ്സിറ്റികളുണ്ട്, ചെറിയ കൺട്രീസ് ഉണ്ട്, ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റണേ. അപ്പോൾ അവർക്ക് ലോൺ എടുക്കാണ്ട് ചെറിയ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ പഠിച്ചാലും ഈജിപ്തിൽ പഠിച്ചാലും ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചാലും ഒക്കെ MBBS പ്രൊഫഷണൽ ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇതിനൊക്കെ ലോകത്തുള്ളത് WHO ലിസ്റ്റിലാണ് എല്ലാ കൺട്രീസും. പിന്നെ വരുന്നത് ഇതിനൊക്കെ നമുക്ക് അബ്രോഡ് പോകണമെങ്കിൽ ECFMGനും WFMന്റെ അക്രിഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ആർക്കും USA-ലും UK-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും പോവാം ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട്. പിന്നെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ ഈ യൂറോപ്പിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ ലൈസൻസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാം, UK-ൽ ഡയറക്റ്റ് പോകാം, ഈജിപ്ത് ആകുമ്പോൾ ഈജിപ്തിൽ ഗൾഫ് കൺട്രീസിൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഇങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ആണ് ഡിഫറൻസ് ആയിട്ട്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ +2 കഴിഞ്ഞപ്പോൾ ഒരുപാട് കോഴ്സസ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത ഒരുപാട് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന കൺട്രീസിലേക്ക് നമ്മൾ പോകണം. അതിന് ഒരുപാട് ഫീസ് ഉണ്ടാവും, അതിന് കൃത്യമായ കമ്മീഷൻ അവർക്ക് ഉണ്ടാവും. പക്ഷെ അതല്ലാതെ കുട്ടികൾക്കനുസരിച്ച് അവർക്ക് അഫോർഡബിൾ ആവുന്നത് എന്താണ്, അവർ കൃത്യമായ ROI കിട്ടുന്നത് എങ്ങനെയാണ്, അവരുടെ മാർക്കിനനുസരിച്ച് ഒരു കുട്ടി വരുമ്പോൾ അവർ ചോദിക്കണം രണ്ട് കാര്യങ്ങൾ ചോദിക്കല്. ഒന്ന് നിങ്ങളെ ബഡ്ജറ്റ്, രണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം. ഈ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കല്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളധികം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളധികം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ നമ്മളെ ഡോക്ടർ എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണോ സജസ്റ്റ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റികൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു റിസർച്ച് നടത്തി അവിടുത്തെ റാൻഡം സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിച്ചതിന് പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കി ഇവർ നമ്മുടെ സ്റ്റാഫുകൾ പോലും ഓരോ യൂണിവേഴ്സിറ്റികളും നേരിട്ട് പോയിട്ട് കാണുന്ന ഒരു ടീമാണ് ഞങ്ങൾ. അല്ലാണ്ട് ഞങ്ങൾ അതെ, കാരണം അല്ലാതെ ഇവരെങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ അബ്രോഡ് കൺസൾട്ടൻസീസ് നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതിൽ നല്ല രീതിക്ക് ചെയ്യുന്ന ഒരുപാട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ നല്ല രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഒന്നും മൈൻഡാക്കാണ്ട് യൂണിവേഴ്സിറ്റി പോലും കാണാണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി വിടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. പ്രൊഫഷൻ പുറത്ത് പോയി പഠിക്കാനും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നു. അവരുടെ ഇത് കമ്പയർ ചെയ്തിട്ടാണ് പല ഫേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കും റെക്കഗ്നേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിലേക്കും പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനത്തെ ന്യൂസുകൾ ഔട്ട് വന്നിട്ടാണ് ഇങ്ങനത്തെ എല്ലാവരും ഒരേ എന്താ പറയുക പാത്രത്തിൽ കാണാൻ നിൽക്കുന്നത്. ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അഡ്മിഷന് കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടെ അടുത്ത് നിന്ന് സർവീസ് ചാർജ് കാര്യങ്ങളും വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയും ഇത് നമ്മളെ ചാർജസ് ആണ്, ഇത് നമ്മളെ എമൗണ്ട് ആണ്. കാരണം നമ്മൾ അവർക്ക് ത്രൂ ഔട്ട് 6 ഇയർ സർവീസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രീമിയം സർവീസ് വേണമെങ്കിൽ അവർ യെസ് നമ്മളെ സ്റ്റാഫ്, നമുക്ക് ഓഫീസ് ഈജിപ്തിൽ നമുക്ക് ഓഫീസ് ഉണ്ട്, നമുക്ക് ഉസ്ബക്കിൽ ഓഫീസ് ഉണ്ട്. നമ്മളെ സ്റ്റാഫ് ത്രൂ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ സ്റ്റാഫ് അവരെ കൂടെ പോകുന്നുണ്ട്. അവർ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്നുണ്ട്. അവിടെ അവരെ കൂടെ 1-2 മാസം നമ്മുടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ആവശ്യം വന്നാൽ നമ്മുടെ ടീം അവിടെ ഉണ്ട്. ഇത്രയും നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പ്രീമിയം ലെവൽ തന്നെ ചെയ്യുന്നത്. അത് പറയണ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ അതിനോട് ഞങ്ങൾക്ക് ബെനിഫിറ്റ് എന്താ, നമ്മൾ ഖത്തറിലും ദുബായിലും ഞങ്ങൾ സെമിനാർ കണ്ടിട്ട് ഇത് സെമിനാർ മുഴുവൻ ഹോസ്റ്റ് ചെയ്തത് ഞങ്ങളെ പേരൻസാണ്, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങളെ പേരൻസാണ്. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ആ സെമിനാർ ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ ഖത്തറിലും സെമിനാർ ഞങ്ങൾ കണ്ടിട്ട് ആ സെമിനാർ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ഈ വരാൻ പോകുന്ന വർഷത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു പാരൻറ്റിൻ്റെ ഒറ്റ റിക്വസ്റ്റിൽ നമ്മൾ ആ സെമിനാർ ചെയ്ത്. കാരണം മൂപ്പര് നമുക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഒരാളാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, കാരണം നിങ്ങളുടെ സർവീസ് നല്ലതാണ്, ഇവിടുന്ന് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അഡ്മിഷൻ ചെയ്യും പക്ഷെ പിന്നെ വിസയും കാര്യങ്ങളും കിട്ടുന്നില്ല, കുട്ടികളെ അക്കോമഡേഷൻ റെഡിയല്ല, കുട്ടികളെ കൂടെ പോകാൻ ആൾക്കാരില്ല, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് അറിയണോണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്തത്. എന്നിട്ട് അയാൾ പറഞ്ഞു ഇവിടെ ഒരുപാട് മലയാളി കുട്ടികളുണ്ട്, നിങ്ങൾ ഇവിടെ വരണം, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തുതരാം. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് കഴിഞ്ഞ വർഷം ഖത്തറിൽ നിന്ന് പോയ ഒരു പാരൻ്റ് ഉണ്ട്, അവരെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അവരതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു. നമ്മുടെ സ്റ്റാഫ് മുഴുവൻ അവിടെ പോയി. അപ്പോൾ അവരുടെ സംസാരിക്കാൻ പറ്റി, ഒരുപാട് പാരൻസായിട്ട് സംസാരിക്കാൻ പറ്റി. ഇത്രയും പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സാറ്. യെസ്, നമ്മളെ പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ട്, നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് നമുക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി 1-2% ഉണ്ടാവും. ഡസൻ മൈൻഡ്, നമ്മളത് മൈൻഡ് ആക്കില്ല. കാരണം നമുക്ക് അതിൽ കൺസേൺഡ് അല്ല. നമ്മളെ മുന്നോട്ടൊരു ഫോർകാസ്റ്റ് ഉണ്ട്, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ഒരു വ്യൂ നമുക്ക്. അതെ, നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്.
അതുകൊണ്ട് നമുക്ക് പേടിയില്ല. പിന്നെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട്, ഇതൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഞങ്ങളുടെ കമ്പനീൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് വിമർശിക്കാം. നമ്മൾ വാങ്ങുന്ന സർവീസ് ചാർജും എമൗണ്ടിലും എൻ്റെ അഭിപ്രായത്തിൽ 75% അല്ലെങ്കിൽ ഒരു 70% നമ്മൾ റീഇൻവെസ്റ്റ്മെൻ്റ് ആണ് കുട്ടികളുടെ കാര്യത്തിന്. നമ്മളത് എടുക്കുന്നില്ല. കാരണം ഒരു സ്റ്റാഫിനെ വിട്ടിട്ട് ഒരു കൺട്രിയിൽ മിനിമം 1-2 സ്റ്റാഫിനെ ഒരു കൺട്രിയിൽ ഒരു 3-4 മാസം താമസിപ്പിക്കണമെങ്കിൽ തന്നെ എത്ര എമൗണ്ട് നമുക്ക് ആവശ്യം വരും? മനസ്സിലായി? അവരെ ടിക്കറ്റ്, വിസ, ഇതുപോലെ നമ്മൾ എല്ലാ കൺട്രീസിലും ചെയ്യുന്നുണ്ട്. അപ്പം ഡൗട്ട് ചോദിക്കട്ടെ, ഈ പൊതുവെ അബ്രോഡ് കൺസൾട്ടൻസിയിൽ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ ഇവർ ത്രൂ പോയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, പലരും കൃത്യമായി ആ കുട്ടികൾ കണക്ട് ചെയ്ത് തരാറില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായ എക്സ്പീരിയൻസ് അവർ പറയുന്നത് കൊണ്ട്. അപ്പോൾ ഡു യു ഹാവ് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ? നിങ്ങൾ ത്രൂ പോയ കുട്ടികളോട് കൃത്യമായി സംസാരിക്കാനും? യെസ്, അത് നമുക്ക് പേടിയില്ലല്ലോ. എന്താ നമുക്ക് പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ആരെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കാരണം നമ്മളെ ഹാപ്പിയാണ്. നമ്മളെ വീഡിയോസ് കാണുമ്പോൾ അറിയാം. നമ്മളെ ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാം. ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇരിക്കുന്ന തൊട്ട് മുമ്പോട്ട് ഞാൻ ഈജിപ്തിലൊരു കുട്ടിയായിട്ട് കോൾ ചെയ്തിട്ട് അവിടെ ഇരിക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് മിസ്റ്റേക്സുകൾ സംഭവിക്കും. ഇത് ഞാനല്ല, ഈവൻ പാരൻസിൻ്റെ അടുത്തും പറയണതാണ്, അവർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പറയുന്നതാണ്. മിസ്റ്റേക്സ് സംഭവിക്കാം, പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റണം. അത് ഇപ്പം നമ്മൾക്കൊരു മിസ്റ്റേക്ക് വന്നു, അത് നമ്മൾ നേരിട്ട് നിന്ന് അവരെ മുന്നിൽ പോയിട്ട് പറഞ്ഞ് അത് സോൾവ് ആക്കാൻ പറ്റണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1-2% എറേഴ്സ് സംഭവിക്കുന്നത് യൂഷ്വലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ടാക്കിൾ ചെയ്യും, അത് നെക്സ്റ്റ് ഇയറിൽ ഇല്ലാണ്ട് നോക്കും. ഇതാണ് ഞങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ കൺട്രി വരികയെന്ന് കൂടെ, ഒരു പുതിയ കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ടാവും. പക്ഷെ അത് നമ്മൾ 1 ടൈമാണ് ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ അത് ഉണ്ടാവില്ല. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇതുവരെ അഡ്മിഷൻ ചെയ്ത ത്രൂ ഔട്ട് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 98% പാരൻസും 100% സാറ്റിസ്ഫൈഡ് ആണ്. അത് ഈവൻ 95 അല്ല, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നമുക്ക് ചില പാരൻസൊക്കെ നമ്മുടെ റിവ്യൂ അല്ലെങ്കിൽ നമ്മളെ പറ്റി കേട്ടിട്ട് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഫാമിലി ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഫാമിലി ആയിട്ട്, ആൾ ഖത്തറിലുള്ള ഫാമിലി ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. റിയാസ് ഖാന പേര്, ഞാൻ പേര് പറയാതില്ല. ഇപ്പം നമ്മൾ ഖത്തറിൽ പോയപ്പോൾ മൂപ്പര് വീണ്ടും അവിടെ വന്നിരുന്നു. അതായത് മൂപ്പര് ഓൾറെഡി എടുത്ത ആളാണ് അഡ്മിഷൻ, പക്ഷെ എന്നാലും അവിടെ വന്നിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ നല്ല സപ്പോർട്ട്. നമ്മൾ ദുബായിലൊക്കെ പോണ സമയത്ത് നമ്മളടുത്ത് നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ, അതായത് നമ്മളെ ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യണം തന്നെ ഞങ്ങളുടെ പാരൻസാണ്. അപ്പോൾ ആ ഒരു സാധനം ഞങ്ങൾ ബിൽഡ് ചെയ്യണത്, ഞങ്ങൾ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ സർവീസ് ചാർജ് വാങ്ങിയിട്ടുണ്ട്. സർവീസ് ചാർജ് മീൻസ് ഒരു ഭയങ്കര എമൗണ്ട് ഒന്നല്ല, പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയും, ഇത് ഈ പൈസ വെച്ചിട്ട് ഞങ്ങൾ ഈ സർവീസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രീമിയം ലെവലിൽ പോകാൻ പറ്റുന്നത്. ഇവിടെ ഒരു ചെറിയ എമൗണ്ടിന് ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം തീരെ ഒന്നും ഇല്ലാണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ചെയ്ത് പറഞ്ഞേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർവീസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് വെരി ഡിഫിക്കൽട്ട്. സോ ടു സം അപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, there are options. നിങ്ങളൊരു സ്ഥലത്ത് സ്റ്റക്ക് അല്ല, വി ക്യാൻ ഹെൽപ്പ് യു, അല്ലേ? ഡെഫിനറ്റ്ലി. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് സാധിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബജറ്റ് ഉണ്ടെങ്കിൽ മുതൽ എനിക്ക് നല്ല യൂണിവേഴ്സിറ്റികൾക്ക് അത്യാവശ്യം ബജറ്റ് മുടക്കാനുണ്ടെങ്കിലും 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്. എല്ലായിടത്തും നമ്മൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഇപ്പോഴും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ക്ലീഷേ ലെവലിൽ ഇപ്പോഴും പഴയ ചിന്താഗതിയായിട്ട് നിൽക്കുന്നത്? എല്ലാം വേൾഡ് ചേഞ്ച് ആയി. ഈ ബൗണ്ടറീസും ഒക്കെ ഇപ്പോൾ വിസ ഫ്രീ ആവുകയാണ് ഓരോ കൺട്രീസ്. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ മലേഷ്യ വിസ ഫ്രീ ആണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ബൗണ്ടറീസ് തന്നെ ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നമ്മൾ റോബോട്ടിക്സ് AI ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി പല കാര്യങ്ങളും. അപ്പൊ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഫീൽഡ് എന്ന് പറയുന്നത് ഇസ് എക്സ്പോഷർ, ആൻഡ് ദാറ്റ് കംസ് നോട്ട് ഫ്രം ഹിയർ, by seeing the world. So you get to do both things, അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. നിങ്ങൾ എപ്പോഴും ലോകത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ കണ്ണോട് കൂടി നോക്കണം. ചെറിയ കണ്ണിൽ നോക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണുന്നതും ആണ് എന്ന് വിചാരിച്ച് നിൽക്കരുത്. പക്ഷേ ഇതുകൊണ്ട് കേട്ടോ, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നും എൻ്റെ കൺട്രീൻ്റെ ഒരു
പുരോഗമനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് റോങ് ഹിയർ. ഇവിടെ എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിൽ എവിടെയാണ് നമുക്ക് തെറ്റുന്നത്, അതിന് എന്താ കാര്യം നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും എന്തൊക്കെ നടക്കുന്നു നമ്മൾ അറിയണം. അല്ല, അതാണ് നമ്മൾ പണ്ടാരോ സായിപ്പിന് ചക്ക കൊടുത്തപ്പോൾ ആദ്യം പഴം കൊടുത്തു, പിന്നെ ചക്ക കൊടുത്തപ്പോൾ ചക്ക പഴം പോലെ തിന്നു പറഞ്ഞല്ലോ. കാരണം സായിപ്പ് ചക്ക കണ്ടിട്ടില്ല. അതേപോലെ ആകെ ചക്കി വാങ്ങി തിരിച്ചറിയണമെങ്കിൽ ഇതൊക്കെ പോയി കാണണം, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പൊ അതാണ് നമുക്ക് ഇതിൽ ഫൈനലി പറയണത്. നിങ്ങൾ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ വിമർശിക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമല്ലോ. നമുക്കും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി ആവും. കാരണം ചില പേരുകളൊന്നും ഇല്ലാത്ത പല ഐഡിയന്നും കമന്റ്സ് വരും. കമന്റ് കാണുമ്പോഴേ ഭയങ്കര ഒന്നും അറിയാണ്ട് വെറുതെ അതെ, അതായത് യെസ്, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി സെലക്ട് ചെയ്ത് വിത്ത് പ്രൂഫ് we will present in front of you. അപ്പോൾ വൈൻഡപ്പ് ചെയ്തതിന് മുന്നേ നമ്മൾ പറയാണ്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് നല്ല കൺട്രീസ്, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, ഈജിപ്റ്റ്, അതേപോലെ ബൾഗേറിയ, റൊമേനിയ, അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ട് വിത്തിൻ അവർ ബഡ്ജറ്റ്. കൃത്യമായ ROI ഉള്ളത്, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളത്, എക്സ്പോഷർ ഉള്ളത്, ലോട്ട് മോർ തിങ്സ് അല്ലേ. FMG എഴുതി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാനും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്, ഈ റിയാലിറ്റീസ് ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡെഡ് എൻഡിലല്ല, നിങ്ങൾ ഇത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ആസ്ക് മൈ ക്വസ്റ്റ്യൻ. അപ്പൊ എന്നോട് പറഞ്ഞു എബ്രോഡ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇഫ് യു ഹാഡ് എ ചാൻസ്, ഇവിടെ കൃത്യമായിട്ടൊരു സീറ്റ് ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഡോക്ടറിനോട് സീറ്റ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക, നീറ്റ് ക്ലിയർ ചെയ്തു, നല്ലൊരു ഗവൺമെന്റ് കോളേജ് തന്നെ സീറ്റ് കിട്ടി എങ്കിൽ, ഇഫ് യു ഹാഡ് ആൻ ഓപ്ഷൻ ടു ചൂസ് ബിറ്റ്വീൻ ദാറ്റ് സീറ്റ് ആൻഡ് ഗോയിങ് അബ്രോഡ്, വാട്ട് വുഡ് യു ചൂസ്? ഞാൻ നീറ്റ് ക്ലിയർ ചെയ്തിട്ട് എനിക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി സീറ്റ് റെഡി ആയതാണ്. ഞാനത് ക്വിറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ചില കാരണങ്ങൾ കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്ത് പോയത്. അതാ പുറത്ത് പോയത് വലിയൊരു എന്താ പറയുക, എൻ്റെ മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ശരിക്കും. അതായത് ഞാൻ പുറത്ത് പോയത് കൊണ്ട് മാത്രം കിട്ടിയ ഒരുപാട് എക്സ്പോഷറുകളും ഒരുപാട് കണക്ടിവിറ്റി, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഞാൻ ഇന്ത്യയിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇത്ര വേഗത്തിൽ എനിക്ക് എത്താൻ പറ്റില്ല. ഞാൻ എത്തുമായിരിക്കും, കാരണം ഞാൻ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഇങ്ങനെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ അതിന് സ്പീഡ് കൂട്ടാൻ ഡെഫിനറ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ അബ്രോഡ് സ്റ്റഡീസിലുള്ള എക്സ്പോഷറും കണക്ടിവിറ്റിയും അവിടെ നിന്ന് കിട്ടിയൊരു ധൈര്യമുണ്ട്. നമ്മളെ സ്വന്തമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് കിട്ടുന്ന ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുള്ളൂ, ഇതെങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ A to Z നമ്മളെ ഒരു ഡെയിലി ലൈഫ് പ്ലാനിങ് വരെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. രാവിലെ എണീക്കുന്നത് ഡെഫിനറ്റ്ലി അത് നമുക്ക് എവിടെ നിന്നും കിട്ടൂല. A to Z നമ്മളെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഇപ്പം നാട്ടിലെ കുട്ടികളടുത്ത് എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർക്ക് അറിയില്ല. സത്യം, ബാങ്ക് പോകുന്നതും വില്ലേജ് ഓഫീസിൽ പോകുന്നതും നമ്മൾ ഇവിടെ ആർക്കും അറിയില്ല. പക്ഷെ അബ്രോഡ് പോയി കുട്ടി സ്വന്തമായി ലോയറിനെ ഹയർ ചെയ്ത് ഇൻഷുറൻസും കാര്യങ്ങളും അവിടുത്തെ NHSന്റെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പോയിട്ടുള്ളത്, നമ്മളെ ഒരു ഇമിഗ്രേഷൻ എങ്ങനെ, ഒരു കൺട്രീൻ്റെ ഇമിഗ്രേഷൻ ലോസ് എങ്ങനെ ഫോളോ ചെയ്യണം, എയർപോർട്ടിൻ്റെ പ്രൊസീജിയർ എന്താണ്, നമ്മുടെ ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നത്, A to Z. അയാളെ നാട്ടിൽ കൊണ്ടാലും ഏത് രാജ്യത്ത് പോയാലും ഇൻ്റർനെറ്റും ATM കാർഡും ഉണ്ടെങ്കിൽ ഒക്കെ എവിടെയും പോകാൻ പറ്റും. ആ ഒരു കണ്ടീഷനിൽ എന്നെ എത്തിച്ചത് ഡെഫിനറ്റ്ലി ഞാൻ അബ്രോഡ് പോയി പഠിച്ചുകൊണ്ടാണ്. അത് ചിലപ്പോൾ ഞാൻ നാട്ടിൽ പഠിച്ചാലും ഒരിക്കലും എനിക്ക് ഇത്ര വേഗത്തിൽ എത്താൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, we are not saying India is a bad choice. We are not asking you to leave India. Yes. But we are saying there are better things. ഇവിടെ നമ്മൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. ഇവിടെയുള്ള ടാലന്റിനനുസരിച്ചുള്ള അവസരങ്ങൾ ഇവിടെ കുറയാണ്. സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുറത്തുനിന്ന് പഠിക്കുക, കോപ്പി ചെയ്യാൻ പറ്റുന്ന കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരിക, നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ. Exactly. That's it. Thank you. Daughter Expert Edulinks. Be a doctor by doctors.